വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സാധാരണഗതിയിൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്നു എന്ന പരാതികൾ സമൂഹത്തിൻ്റെ പല കോണിൽ നിന്നും ഉയർന്നു വരുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരം ആക്ഷേപങ്ങളെ പാടെ അട്ടിമറിച്ച ഒരാളാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ. അലോഷ്യസ് സേവ്യർ എന്ന് വിളിക്കണോ, ഡോക്ടർ അലോഷ്യസ് സേവ്യർ എന്ന് വിളിക്കണോ? തീർച്ചയായിട്ടും PhD 4 വർഷം കൊണ്ട് PhD പൂർത്തീകരിക്കാൻ സാധിച്ചു. എൻ്റെ ഓപ്പൺ ഡിഫൻസ് വളരെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആക്കി. ഇനി ടെക്നിക്കലി സിൻഡിക്കേറ്റ് കൂടി ഡോക്ടറേറ്റ് അവാർഡ് ചെയ്യണം എന്നുള്ളൊരു പ്രൊസീജിയർ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തത്? ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. എൻ്റെ റിസർച്ച് സെൻറ്റർ മാർത്തോമ കോളേജ് തിരുവല്ലയാണ്. 2021 എൻ്റെ PhD ഞാൻ ആരംഭിച്ചു. 4 വർഷം കൊണ്ട് തന്നെ സമയപരിധിക്കുള്ളിൽ തന്നെ എനിക്കത് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കുമുള്ളൊരു ധാരണയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ പഠിക്കാത്തവരാണ്, അല്ലെങ്കിൽ അങ്ങനെ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ പഠനമാകെ അവതാളത്തിലാകുമെന്നൊരു മിഥ്യാധാരണയുണ്ട്. പക്ഷേ ഇപ്പോൾ പല ആളുകളും PhD ഉൾപ്പെടെ എടുത്ത് SFIയിലായാലും KSU ആയാലും MSFലായാലും ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളിലായാലും വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഈ ആളുകളോട്, ഇത്തരം ചിന്താഗതിയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകർ, ഒന്നിനും കൊള്ളില്ലാത്ത ആളുകൾ വന്ന് അടിയുന്നൊരു മേഖലയാണ് രാഷ്ട്രീയം എന്നൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. പുതിയ കാലഘട്ടത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പഠനത്തോട് താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ കടന്നു വരുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതായത് പഠനം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരിക്കലും വിലങ്ങുതടിയല്ല പഠനം. കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം ഒരു വഴിക്ക് പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് പഠനവും കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഞാൻ എറണാകുളം തേവര കോളേജിലാണ് എൻ്റെ ഡിഗ്രിയും PGയും MPhilം എല്ലാം പൂർത്തിയാക്കിയത്. അപ്പോൾ ഞാൻ അക്കാദമിക്സിനോട് ഒപ്പം തന്നെ രാഷ്ട്രീയത്തെയും നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ PhD എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഒരു നീണ്ട പ്രോസസ്സാണ്. നമ്മൾ വലിയ രീതിയിലേക്ക് അതിൻ്റെ റെഫറൻസ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നു. ഇടയ്ക്ക് മറ്റ് സമരങ്ങൾ വരുന്നു, മറ്റ് ജയിൽവാസം അനുഷ്ഠിക്കേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ പലത് വരുമ്പോഴും വീണ്ടും നമ്മൾ വീണ്ടും നമുക്കത് റിവൈൻഡ് ചെയ്ത് എടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. എങ്കിലും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയബന്ധിതമായിട്ട് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഞാനത് ഒരു നിശ്ചിത സമയം ഞാൻ എല്ലാ ആഴ്ചയിലും ഇതിനു വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാന വട്ടം കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന ഒരു പദവി, ഒരു ഉത്തരവാദിത്തമുള്ളപ്പോൾ തന്നെ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇതിൻ്റെ സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് വലിയൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള ആളുകൾ പഠനത്തോട് കൂടുതൽ താല്പര്യം കൂടി കാണിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം കൂടി. അതുതന്നെയാണ് ഇപ്പോൾ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം. നമ്മളിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ KSUവിനെ സംബന്ധിച്ച് സംസ്ഥാനത്തുടനീളം ഓടി നടന്ന് സംഘടനാ പ്രവർത്തനം നടത്തേണ്ടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് PhD സാധാരണ 5 വർഷമാണ് PhDയുടെ ഒരു കാലാവധി. 4 വർഷം കൊണ്ട് നമ്മളിപ്പോൾ പൂർത്തീകരിച്ച് തീസിസ് അവതരിപ്പിച്ചു. അപ്പോൾ ഇതെങ്ങനെ ഈ സമയക്രമീകരണം നടത്താൻ, ഈ തിരക്കുകൾക്കിടയിൽ അതെങ്ങനെ സാധിച്ചു എന്നാണ്? അത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ദിവസം 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ 24 മണിക്കൂറിനെ എങ്ങനെ നമ്മൾ വൈസ്ലി, നമുക്കറിയാം ഇപ്പോൾ ജീവിതത്തിൽ പല മേഖലകൾ ആയിക്കോട്ടെ, ഇപ്പോൾ അക്കാദമിക് മേഖല ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ മേഖല ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ബിസിനസ് മേഖല ആയിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചാലും അവർ സമയത്തെ പൂർണ്ണമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന, ക്രമീകരിക്കുന്ന ആളുകൾക്ക് 24 മണിക്കൂർ എന്ന് പറയുന്നത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സബ്ജക്റ്റ് എക്കണോമിക്സ് ആയതുകൊണ്ട് എനിക്കൊരു അല്പം കൂടി സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വിഷയം രാഷ്ട്രീയമായിട്ടും കൂടെ ഇടകലർന്ന് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ PhDയുടെ ടോപ്പിക്ക് ഗോത്രവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഉൾച്ചേരലാണ്. അതായത് നമ്മൾ രാഷ്ട്രീയത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ പഠന വിഷയവുമായിട്ട് ഞാനിതിനെ ക്ലബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. ഞാനത് ആഴ്ചയിൽ നിശ്ചിത സമയം അതിനുവേണ്ടി ക്രമീകരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമാണ് നമുക്ക് അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ എത്തി നിൽക്കുമ്പോഴും എല്ലാ ഞായറാഴ്ചകളിലും കുറഞ്ഞതൊരു 4 മണിക്കൂർ 5 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ ദിവസങ്ങളിലും ഒരു 1.5-2 മണിക്കൂറിൽ കുറയാതെ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയത്തെ വളരെ വൈസ്ലി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ബാലികേറാമലയല്ല. അത് PhD ആയിക്കൊള്ളട്ടെ, മറ്റ് പഠനത്തിൻ്റെ ഏത് തലമാണെങ്കിലും അതൊരു ബാലികേറാമലയല്ല എന്നത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസുകളുടെ ഒരു സ്വഭാവം മാറി. നേരത്തെ ക്യാമ്പസുകളിൽ കുറച്ച് കയ്യൂക്ക് കാണിക്കാൻ പറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ ക്യാമ്പസിൽ കുറച്ച് ഒരു വൈബ്രൻ്റായി നിൽക്കാൻ പറ്റുന്ന ആളുകൾക്ക് ക്യാമ്പസിനകത്തൊരു സ്വീകാര്യത കിട്ടുമായിരുന്നു. കയ്യൂക്കിൻ്റെ ഒക്കെ ബലത്തിൽ സ്വീകാര്യത ലഭിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറി. ആ വിദ്യാർത്ഥികൾ തന്നെ നമ്മളെ നോക്കിക്കാണുന്നത്, ഒരു സംഘടനാ പ്രവർത്തകരെ നോക്കിക്കാണുന്നതിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറി.
അങ്ങനെ തോന്നിയിട്ടുണ്ടോ ക്യാമ്പസുകളിൽ? തീർച്ചയായിട്ടും. കാരണം പുതിയ കാലഘട്ടത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ അല്പവും കൂടി വിദ്യാർത്ഥികളുമായിട്ട് അവരുടെ മാറുന്ന ചിന്താഗതി, നമുക്കറിയാം ഈ ഒരു ജെൻസി തലമുറയുടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അതിവേഗം ലോകം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ വിദ്യാർത്ഥികളുടെ എല്ലാം ചിന്തകൾ വളരെ വലിയ രീതിയിലേക്ക് പരിണാമം സംഭവിക്കും. അതായത് നിമിഷ നേരം കൊണ്ട്, ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് തന്നെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അവരുടെ ചിന്താഗതികൾ വളരുന്നു. ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ശൈലിയും അതിനനുസരിച്ചിട്ട് പരിവർത്തനപ്പെട്ടിട്ടുണ്ട് എന്നതൊരു രാഷ്ട്രീയ ഒരു നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തെ വിദ്യാർത്ഥികളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പരുവപ്പെട്ടു വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷക്കാലം നമുക്ക് പോസ്റ്റ് കൊറോണ കാലഘട്ടത്തിലെ ക്യാമ്പസുകളെല്ലാം വലിയ രീതിയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. വലിയ എന്താ പറയുന്ന ഒരു ചിന്താഗതികളിലെല്ലാം വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു വ്യത്യാസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ സംഘടനകൾ അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ, കണക്ട് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അത് സംഘടനകൾ കാലഹരണപ്പെട്ടു പോകുമെന്നൊരു യാഥാർത്ഥ്യം ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു 7-8ഓളം PhD സ്കോളേഴ്സായിട്ടുള്ള സഹപ്രവർത്തകരുണ്ട്. അപ്പോൾ അക്കാദമിക്സ്, അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം, മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതിനെല്ലാത്തിനെയും ബാലൻസ് ചെയ്യുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പുതിയ കാലവുമായിട്ട് അല്പം കൂടി ഇപ്പോൾ ഞങ്ങൾ ഈ അടുത്തൊരു ജൻസി കണക്ട് യാത്ര എന്ന് പറഞ്ഞ് കേരളത്തിലെ 14 ജില്ലകളിൽ സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം യാത്ര പൂർത്തീകരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ വലിയ രീതിയിലേക്ക് പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്. നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ഓരോ വിഷയങ്ങളെപ്പറ്റിയും കൃത്യമായിട്ടുള്ള നിലപാട് പറയുന്ന വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായമുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അതിനോടും കൂടെ കണക്ട് ചെയ്ത് സിങ്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസകരമായിട്ടുള്ളൊരു ദൗത്യം തന്നെയായിരിക്കും. അവസാനമായി ഇപ്പോൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു രാഷ്ട്രീയ ബോധമൊക്കെ വളർന്നു വരുന്നു. പക്ഷേ അവർ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നില്ല, ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുന്നില്ല. അതൊരു പക്ഷേ വീട്ടിൽ നിന്നുള്ള പ്രഷറൊക്കെ ആയിരിക്കും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ. അങ്ങനെ ഈ ദൈനംദിന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നത് പഠനത്തിന് ദോഷകരമായി ബാധിക്കും എന്ന് കരുതുന്നവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നൊരു പൊതുബോധം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യമായ കാരണം ഇടക്കാലഘട്ടത്തെ ക്യാമ്പസുകളിൽ നമുക്ക് 1960-കളിലെ അല്ലെങ്കിൽ ആ ടൈമിലെ ക്യാമ്പസുകളെല്ലാം നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന മോഡൽ ക്യാമ്പസുകൾ എന്നായിരുന്നു. അവിടെ പഠനമുണ്ട്, വിപ്ലവമുണ്ട്, പ്രണയമുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വലിയ ഭൗതികമായിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈബ്രൻറ്റ് ക്യാമ്പസുകളായിരുന്നു 60s or 70s എന്ന് പറയുന്ന കേരളത്തിലെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീടൊക്കെയോ ക്യാമ്പസുകളിൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വലിയ അക്രമ പരമ്പരകൾ അരങ്ങേറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പൊതുബോധം രൂപപ്പെട്ടു. അത് ക്യാമ്പസുകളിൽ അധ്യാപകരായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, പൊതുസമൂഹം എന്ന് പറയുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്പം വിടുതൽ ഉള്ളതാണ് നല്ലത് എന്ന ഒരു പൊതുബോധം രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് കാലഘട്ടത്തിൽ വീടുകളിൽ 4-5 കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ 2 ആൾ എന്ന് പറയുമ്പോൾ പേരൻസ് ഓവർ കൺസേൺഡ് ആണ് തങ്ങളുടെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തോട് ഒരു അകൽച്ച പാലിക്കണം എന്നൊരു നറേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇതിനെ വലിയ രീതിയിലേക്ക് ബാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വലിയ രീതിയിലേക്ക് കുറഞ്ഞു വരുന്നുണ്ട്. ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പം നിൽക്കുന്ന ഈ എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു ക്യാമ്പസിൽ ഒരു എയ്ഡഡ് കോഴ്സ് പഠിക്കാൻ വേണ്ടി ആകെ 3 വിദ്യാർത്ഥികളാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ പഠിക്കാൻ ആകെ 3 വിദ്യാർത്ഥികളാണുള്ളൂ. അവിടെ 3 പെർമനൻ്റ് അധ്യാപകരുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ നാട് വിട്ട് പോകുന്ന ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു സാമൂഹികമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട്. നമ്മൾ വലിയ സീരിയസ് ആയിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇവിടുത്തെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ടും സംഘടനാ പ്രവർത്തനത്തെല്ലാം, ക്യാമ്പസുകളിലെ സംഘടനാ പ്രവർത്തനത്തിലെ എല്ലാ സംഘടനകളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ സംഘടനകളും ഒരുമിച്ചിരുന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഈ വിദ്യാർത്ഥികളെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി നമ്മൾ ചെയ്തില്ലെങ്കിൽ കേരളം വൃദ്ധന്മാരുടെ ഒരു മരുഭൂമിയായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ റിസോഴ്സസ് എല്ലാം വിദേശ രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതിന് ഗൗരവകരമായിട്ടുള്ള ചർച്ചകൾ രൂപപ്പെട്ടു വരണം. അതിന് ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇടപെടലുകളെല്ലാം ഗുണകരമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതുതന്നെയാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെത്തണം, വിദ്യാർത്ഥികൾക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പഠനവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം എന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരാളാണ് നമുക്കൊപ്പം ചേർന്നത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ റാംഷാ CP, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.